ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇത് കണ്ടോ, ഇത് ആന കുത്തിയ പള്ളിയാണ്. മലയുടെ ഏറ്റവും മണ്ടയ്ക്കുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെ പണ്ട് ആന കുത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചേക്കാണ് ചില്ലൊക്കെ ഇട്ട്. പിന്നെ നീ എവിടെ കണ്ട ഡേഞ്ചർ ഷോ, ഞങ്ങളതുകൊണ്ട് അങ്ങാട് പോവാന്ന് തീരുമാനിച്ചു. പക്ഷേ ചേട്ടൻ പറഞ്ഞു പറ്റൂല. അപ്പോൾ പപ്പ ദേ അവിടെ കിണറിൽ നിന്ന് വെള്ളം കോരി, ഇവിടെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു കിണറുണ്ട്, അവിടെ നിന്ന് എല്ലാവരും വെള്ളം കോരി കുപ്പിയിലൊക്കെ എടുക്കും. പക്ഷെ ഇപ്പം എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് അശുദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുപ്പിയിൽ നിന്ന് എടുത്തില്ല, മുഖം കഴുകാൻ ജസ്റ്റ് ഉപയോഗിച്ചു. അപ്പം നമ്മൾ ഇനി പോകണത് മലയുടെ മുകളിലുള്ള ഏറ്റവും പുരാതനമായ പള്ളിയിലേക്കാണ്. അപ്പോൾ ഇതാണ് ആ പള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു പള്ളിയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പൊന്നും കുരിശാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഇനി പോകണത് തോമാസ് ലീഹായുടെ കാൽപാദം കാണാനാണ്. ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചില്ലിൻ്റെ കൂട്ടിൽ തോമാസ് ലീഹായുടെ കാൽപാദങ്ങൾ ഇത് വെച്ചിട്ടുണ്ട്. കാരണം പണ്ട് ഇതിലേക്ക് പൈസയൊക്കെ ആൾക്കാർ ഇടുമായിരുന്നു, അപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കണ്ട ആ വട്ടത്തിൻ്റെ നടുക്ക് കണ്ടോ, അതാണ് കാൽപാദം എന്ന് പറയപ്പെടുന്നു. നമുക്ക് എല്ലാം ഇങ്ങനെ സത്യമാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ട, ഈ ലൈറ്റ് കാണുന്നത് ഏറ്റവും അടിയിലുള്ള പുഴയുടെ അവിടുത്തെ സൈഡിൽ ഇട്ടേക്കണ സ്ട്രീറ്റ് ലൈറ്റുകളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഇനി മല ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കയറിയതിൽ സ്പീഡിലാണ് ഞങ്ങൾ മല ഇറങ്ങിയത്. കയറിയത് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്താണ്, ഇറങ്ങിയത് വെറും അരമണിക്കൂർ എടുത്താണ്. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇനി താഴത്ത് ഇത് ഞാൻ കല്ല് അവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്താണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾക്ക് താഴത്ത് നിന്ന് നമുക്കിനി ഭക്ഷണം കഴിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പവും ചിക്കൻ കറിയാണ് ഗായ്സ് ഞാൻ കഴിക്കുന്നത്. അപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പള്ളിയിലേക്ക് പോകാം, താഴത്തെ പള്ളിയിലേക്ക്. താഴത്ത് ഉള്ള ഏറ്റവും താഴത്തുള്ള പള്ളി, ഇത് പുതിയ പള്ളിയാണ്, ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പുതിയ പള്ളി എക്സ്പ്ലോർ ചെയ്യാം. പുതിയ പള്ളി കയറി ചെല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം വുഡ് വർക്കൊക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ ചെയ്ത് അവിടെ ഇപ്പോഴും എന്തൊക്കെയോ പണി അടക്കമുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊരു എടപ്പള്ളി പള്ളി. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, കോപ്പി അടിച്ചല്ല, ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് പണിതതാണ് എടപ്പള്ളി പള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഈശോൻ്റെ കുരിശിൻ്റെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് തോമാസ് ലീഹായുടെ തിരുശേഷിപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരൊക്കെ കൊള്ളാം പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സീലിംഗ് വർക്കാണ്. എനിക്ക് ഈ പള്ളിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീലിംഗ് വർക്കാണ്, കാരണം അതൊരു പുതിയൊരു നല്ല ഭംഗിയുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ചെറിയ പള്ളിയിലേക്ക് പോകാം. താഴത്തെ ഏറ്റവും ചെറിയ പള്ളി ഇതാണ്, താഴത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി, മറ്റേത് പുതിയ പള്ളിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ആയിരിക്കുന്ന ഇതെന്താണെന്ന് മനസ്സിലായ, നേർച്ചയിടണ സാധനമാണ്, നല്ല ഭംഗിയില്ലേ. ഇത് കുഞ്ഞുങ്ങളെ മറ്റേ മാമോദീസ മുക്കണ കല്ല്. അപ്പുറത്തുള്ളത് ആനവെള്ളമൊക്കെ ഒഴിച്ച് വെക്കണത്. ഇനി നമുക്ക് പുഴയിൽ പോവാം. അപ്പോൾ പുഴയിൽ പോയി കുറച്ച് കുളിസിയും പിടിക്കാം. കുളിസീനൊന്നും പിടിക്കാമല്ലോ, എല്ലാ പിള്ളേരൊക്കെയാണ് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോൾ ഇവിടുത്തെ പുഴയിൽ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് അധികം വെള്ളമില്ല, നമ്മുടെ മുട്ടിൻ്റെ ഒക്കെ അത്രയും വെള്ളമേ വന്നുള്ളൂ. പിന്നെ അങ്ങാടേക്ക് പോകാൻ പാടില്ല, ദൂരെ നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനിനി പോയി കുളിച്ചിട്ട് വരാം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.